ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഗല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയും അതുപോലെ നയനയും കൂടെ ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവർ തമ്മിൽ പറയുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്തായാലും കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കേണ്ടി വരും കേട്ടോ. ദുബായിൽ നിന്ന് GMന്റെ കോൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ആദർശ് പറയുക. അവിടെ ബിസിനസ് ആകെ കുഴപ്പത്തിലായി കിടക്കുകയാണെന്നും എന്തായാലും എനിക്ക് അവിടേക്കൊന്ന് പോവേണ്ടി വരും എന്ന കാര്യം പറയുമ്പോഴേക്കും നയനം വല്ലാണ്ടായി. അച്ഛനെ വിട്ടാൽ ശരിയാവില്ല, കണക്കും കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ മുത്തശ്ശൻ പോകണമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മുത്തശ്ശനെ അങ്ങോട്ട് വിടുന്നതൊന്നും ശരിയല്ലല്ലോ, കുറച്ച് ഹെവി ജോലിയാണെന്നും പറയുക. എല്ലാം ഒന്ന് പൊളിച്ചടുക്കിയില്ലെങ്കിൽ കമ്പനി പൂട്ടേണ്ടി വരുമെന്നൊക്കെ പറയുമ്പം ഉടനെ പോകേണ്ടി വരുമല്ലേ എന്ന് ചോദിച്ചു. നോക്കാം, എത്രയും പെട്ടെന്ന് തന്നെ പോകണം, അത്രയ്ക്ക് കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണെന്നും ആദർശ് പറയുവാണ്. നിനക്കൊരു 2 ആഴ്ച അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേന്ന് ചോദിച്ചപ്പം അതും ഇനി ആദർശേട്ടൻ പോയി കഴിഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നയന. എനിക്കാ പിന്നെ പ്രയാസം, നിനക്ക് ചുറ്റിനും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് ആദർശേട്ടൻ അടുത്തുള്ളതുപോലെ ആവില്ലല്ലോ ആദർശേട്ടാന്ന് നയന അന്നേരം പറഞ്ഞു. ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീടിനകത്ത് എല്ലാവരുടെ കാര്യങ്ങളിലും നിനക്കൊരു ശ്രദ്ധ വേണം, അപ്പം നിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം ശരിയെന്ന് പറഞ്ഞു നയന. വേറൊന്നും കൊണ്ടല്ല, ഒരു ദുഷ്ടൻ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ, പിന്നെ നിന്റെ ചേച്ചിയാണെങ്കിലോ അതിനോടൊപ്പം ചേർന്ന് എന്തും ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലുമാണ്. അവർക്ക് കൂട്ടായിട്ട് അവൻ്റെ അമ്മയും അവിടെ ഉണ്ടല്ലോ. കുടുംബത്തിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാകാതെ നോക്കേണ്ടത് നമ്മൾ രണ്ടുപേരുടെയും ഉത്തരവാദിത്വം ആയതുകൊണ്ട് പറഞ്ഞതാ. ഞാനിവിടെ നിന്ന് മാറി നിന്നാലും ധൈര്യമായിട്ട് അനിയെ ബിസിനസ് ഏൽപ്പിക്കാൻ പറ്റുമെന്ന കാര്യമൊക്കെ ആദർശ് പറഞ്ഞു. പിന്നെ അച്ഛനും ഇളയച്ചനും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, എന്നാൽ കുടുംബത്തെ നയിക്കേണ്ടത് നീയാണെന്ന കാര്യവും പറഞ്ഞ് ആദർശ് പറഞ്ഞു കൊടുക്കണം. നിന്നെ എന്തും ചെയ്യാനുള്ള ഒരു ദേഷ്യത്തിലാണ് അപ്പച്ചി അബിയൊക്കെ നിൽക്കുന്നത്. അന്നത്തെ ആഘോഷത്തിൽ നിന്നെ പാമ്പ് കൊത്തണമെന്ന് ആഗ്രഹിച്ചവരവർ, അത്രയ്ക്ക് മോശമായി ചിന്തിക്കുന്ന അവരരികിലുള്ളപ്പോൾ നമ്മളെയുടെ കുടുംബത്തെയും നന്നായി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ എന്നും ആദർശ് നയനയോട് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അതും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് അബിയാട്ടോ. അബി വണ്ടി ഓടിച്ച് വരുമ്പോൾ അബിയുടെ ഫോണിലേക്ക് കോൾ വന്നു. അപ്പോൾ അബി ആ വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട് കോൾ എടുത്തു. ഹലോ പറയാൻ പറഞ്ഞു. അന്നേരം ദുബായി എന്നുള്ള കോളാണ്. അബി, അവൻ ഉടൻ തന്നെ ദുബായിൽ ലാൻഡ് ചെയ്യുമെന്നും പറഞ്ഞ് അയാൾ ഈ അബിയോട് പറയുകയാണ്. അവൻ്റെ ബിസിനസ് മെച്ചപ്പെടുത്താൻ വേണ്ടി വരുന്നതാണെന്നും പറഞ്ഞു. പിന്നെ അവിടെ ഇപ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണെന്നും അങ്ങനെ അവൻ്റെ സ്ഥാപനം അവിയൽ പരുവത്തിലാക്കിയത് ഞാനാണെന്നൊക്കെ ഇയാൾ പറയാം അബിയോട്. എന്തായാലും അവിടെ ഒരു ശുദ്ധികലശം നടത്താനായിട്ട് കമ്പനിയുടെ MD എന്നുള്ള നിലയിൽ അവന് വരാതിരിക്കാൻ പറ്റത്തില്ലെന്നും അവൻ വരുമെന്ന കാര്യവും അബിയോട് ഇയാൾ പറയുന്നു. അങ്ങനെ അവൻ ഇങ്ങോട്ട് വരട്ടെ. നാട്ടിലാണ് അനന്തമൂർത്തിയും കൊച്ചുമോനും വലിയ സ്വാധീനവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ അവഴേക്കാളും പിടിപാടുള്ളത് എനിക്കാണ് അബി എന്ന് ഇയാൾ ഈ അബിയോട് പറയാം. അത് കേട്ടപ്പോൾ അബിക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ അവൻ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സങ്കടം ഞാൻ തീർത്ത് തന്നോളാടാ എന്നൊക്കെ ഇയാൾ പറയുന്നു. അപ്പോൾ ശരി, ഓക്കെ എന്ന് പറഞ്ഞ അബി. അപ്പം ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം കേട്ടോ. ഓക്കെ. ആദർശ് തന്നെയാണോ അവിടുന്ന് പുറപ്പെടുന്നതെന്ന് നീ എനിക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതിയെന്നും ബാക്കി കാര്യം ഞാൻ ഏറ്റെന്നും ഇയാൾ അബിയോട് പറയാം. ഇനി കിളവലായാലും ശരി, ഇവിടെ വന്നു കഴിഞ്ഞാൽ വന്നതുപോലെ എന്തായാലും തിരിച്ചു പോവില്ല എന്നും ഇയാൾ ഈ അബിയോട് പറയാം. അങ്ങനെ അതും പറഞ്ഞ് ഇയാൾ ഫോണങ്ങ് കട്ട് ചെയ്തു. അബി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശൻ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും. ഇതുവരെ ഗൾഫിലെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം തട്ടിയാൽ ഞാനാണ് അവിടെ കൃത്യമായി പോയിട്ടുള്ളതും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ളതും ഒക്കെ. നിങ്ങൾ 2 ആളും കൂടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, എങ്കിലും ഒറ്റയ്ക്ക് പോയിട്ടില്ല എന്ന് ജയനോടും അച്ഛനോടും പറയാം. ഇവിടെ എനിക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ ഞാൻ തന്നെ പോകുന്നതല്ലേ നല്ലത് എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്ക് പോവണ്ട, ജയേട്ടനോ അജയനോ കൂടെ വരട്ടെ എന്നും ദേവയാനി പറയുക. അപ്പോൾ അതാ അച്ഛൻ നല്ലതെന്ന് ജാനകിയും പറഞ്ഞു കേട്ടോ. അന്നേരം ആദർശിനെ വിടാൻ എനിക്ക് മടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ നയനമോളുടെ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് അവൻ്റെ പ്രസൻസ് ഏത് നേരവും മോൾക്ക് ഉണ്ടാകണമെന്ന് മുത്തശ്ശൻ പറയാം. അപ്പോഴാണ് അനി വരുന്നത്. എടാ മോനെ, നിനക്ക് ഗൾഫിൽ പോകാൻ പറ്റുമോടാന്ന് ചോദിച്ചു. അവൻ ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ, അതും ഏട്ടൻ്റെ തണലിലല്ലേ എന്ന് ജാനകി അന്നേരം എങ്ങനെ കയറി ചോദിച്ചു. അന്നേരം അങ്ങനെയൊന്നുമില്ല, ഇവനിപ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും പല പുതിയ ഐഡിയാസും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും മുന്നേ ഇവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ജയൻ അന്നേരം പറഞ്ഞു. എങ്കിലും ഗൾഫിലൊക്കെ പോയി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള കഴിവ് എനിക്കായിട്ടില്ല വല്യച്ച എന്ന് അനി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അന്നേരം പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇവിടെ 3 കൊച്ചുമക്കളുണ്ട്. ഒരാൾ വഴുതെറ്റി പോയില്ലായിരുന്നുവെങ്കിൽ ചുമതലകൾ 3 ആൾക്കും പങ്കിട്ട് കൊടുക്കാൻ പറ്റിയേനെ എന്നും മുത്തശ്ശൻ അന്നേരം അവിടെ ഇരുന്ന് പറയാം.
പിന്നെ ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും, അവൻ നന്നാവില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്ത് നടക്കുകയല്ലേ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനയും ആദർശം കൂടെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ എന്തിനാ മുത്തശ്ശ വേഗം ഒന്ന് വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. നിങ്ങളോട് വേഗം വരാൻ പറഞ്ഞതേ നമ്മുടെ ആ ഗൾഫുകാരത്തെ പറ്റി പറയാനാണെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് പറയാനിപ്പോൾ എന്താ മുത്തശ്ശ ഇരിക്കുന്നത്, ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തല്ലോ എന്ന് ആദർശ് പറയും കേട്ടോ. അന്നേരം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഞെട്ടലോടെ. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. അതെന്തിനാ നീ എന്നോട് ചോദിക്കാതെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതെന്ന് മുത്തശ്ശൻ എന്തായാലും ചോദിച്ചു. അപ്പോൾ അവിടെ ആകെ കുളമായിട്ട് കിടക്കാം മുത്തശ്ശ. പിന്നെ പുതിയ ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും അവിടെ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ വിവാഹശേഷം ഞാൻ ഗൾഫ് യാത്ര നടത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പൊയ്ക്കോളാന്നാണ് പറഞ്ഞതെന്ന് ജയൻ പറയുമ്പം എന്താ മുത്തശ്ശി ഈ പറയുന്നേ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ മുത്തശ്ശൻ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് ആദർശ് മുത്തശ്ശനോട് പറയുമ്പോൾ മോനെ ഈ സമയത്ത് നീ ഏത് നേരവും മോളുടെ കൂടെ തന്നെ വേണ്ടേ എന്ന് മുത്തശ്ശൻ ചോദിക്കുക. അപ്പം നയനയ്ക്ക് ഭയങ്കര സങ്കടം. അന്നേരം മുത്തശ്ശ ഞാനും ഇവളും തമ്മിൽ അക്കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തതാ. നയനയും പറഞ്ഞത് മുത്തശ്ശനെ ഒരു കാരണവശാലും വിടണ്ട എന്നുള്ളതാണെന്ന കാര്യം ഇങ്ങനെ ആദർശ് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാനും അജയനും കൂടി പോയാലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട അച്ഛാ, ഇതിപ്പോൾ 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ആദർശ്. അപ്പോഴത്തേക്കും അബിയും ജലജയും കൂടെ വന്നു. ഇതൊക്കെ കേട്ടോണ്ട് 2 ആഴ്ച കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമെന്ന് മുത്തശ്ശൻ ചോദിച്ചു. എല്ലാം കൊഴിഞ്ഞു മറിഞ്ഞ് കിടക്കുകയല്ലേ എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയണേ. പിന്നെ പുതിയ മാനേജറാണ് പണി പറ്റിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. അതുപോലെ നീ പറഞ്ഞതുപോലെ കുറേ നാളായി നമ്മളെല്ലാവരും അങ്ങോട്ടുള്ള യാത്രയൊക്കെ മുടക്കി വെച്ചിരിക്കുക, അതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന കാര്യമൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പം 2 ആഴ്ചയൊക്കെ ആദർശ് നാട്ടിൽ നിന്ന് മാറി നിന്നാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും എന്ന് ജലജയുടെ വകയൊരു ചോദ്യം. ആ ചോദ്യം എന്തായാലും ശരിയാ, കമ്പനിയുടെ MD മാറി നിൽക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് യോജിച്ച ഒരാൾ തന്നെ വേണ്ടേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. ജയനും അജയനും ഒക്കെ ഉണ്ട്, പക്ഷേ അവർ രണ്ടുപേരും ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്, ഒരു ബ്രാഞ്ചിൽ പോലും പോവാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നോർത്ത് സോണി പനിയല്ലേ നോക്കുന്നതെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. പിന്നെ 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, ജയേട്ടനും അജയനും മാനേജർമാരും എല്ലാവരും ഉണ്ടല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ദേവയാനിയും പറയാം. എങ്കിലും കമ്പനിയെ മൊത്തത്തിൽ ആ സമയത്ത് ഒരാൾ ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ എന്ന കാര്യം നമ്മുടെ ആദർശ് പറയും. ഇവനിപ്പോൾ സ്റ്റാഫ് മാത്രമാണല്ലോ, നേരത്തെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഇവനുണ്ടായിരുന്നല്ലോ, 2 ആഴ്ചയെങ്കിൽ 2 ആഴ്ച ഇവൻ്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കൊടുത്തൂടെ എന്ന് ജലജ ചോദിക്കുമ്പം ഇവനെ ഇനി കമ്പനിയിൽ കയറ്റുന്നത് പോലും അപകടമാണെന്ന് ആദർശ് നേരം പറഞ്ഞു. അഭിയൊന്നൊരു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ ജലജി, അതുപോലെ തന്നെ അനിയുടെ കീഴിലാണ് ഇവനിപ്പം, അതുകൊണ്ട് ഇവൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അനിയാണെന്ന കാര്യവും ആദർശ് ഇങ്ങനെ എല്ലാവരുടെയും കേൾക്കാൻ പറയുമ്പോൾ അഭി ഇങ്ങനെ തുറച്ചു നോക്കുക അനിയെ. പിന്നെ ഈ വിഷയത്തിൽ ഇനി ഒരു തർക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനില്ലാത്തപ്പോൾ കമ്പനി അനി നോക്കിയാൽ മതിയെന്നും ആദർശ് ഇങ്ങനെ നേരം പറഞ്ഞു. അത് കേട്ടിട്ടും ഇവനിങ്ങനെ വല്ലം കടിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക. അന്നേരം ഏട്ടാ ഞാനോ എന്ന് അനി ചോദിച്ചു. 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, നീ ഒന്ന് നോക്കാൻ പറഞ്ഞു ആദർശ് ജയനും ഒക്കെ. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ്റെ ജോലി ഭാരം കുറച്ച് കുറയുമെന്ന കാര്യം അജയൻ അന്നേരം പറഞ്ഞു. ഇനിയിപ്പോൾ ഇവനൊരു അച്ഛനാകാൻ പോവുക, കുഞ്ഞിൻ്റെയും അമ്മയുടെയും അടുത്ത് കുറച്ച് സമയമൊക്കെ ഇവന് ഇരിക്കുകയൊക്കെ വേണ്ടേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരൊക്കെ ഒന്ന് ചിരിച്ചു. അതെ, നിന്റെ മുത്തശ്ശി ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം നിന്റെ മുത്തശ്ശിക്ക് കിട്ടിയിട്ടില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ മക്കളുടെയും നിന്റെ മുത്തശ്ശിയുടെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വസുന്ധര വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വരാനും പറ്റിയിട്ടില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുക. പിന്നെ അന്നത്തെ സ്ത്രീകൾ അതൊക്കെ സഹിക്കുമായിരുന്നു, കാരണം അതൊക്കെ സഹിക്കാനുള്ളൊരു മാനസികാവസ്ഥ അന്നവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതൊന്നും അല്ല എന്നും, അങ്ങനെ ഭർത്താവിനൊപ്പം ഇതുപോലൊരു വലിയ കുടുംബത്തിൽ കഴിഞ്ഞുകൂടാൻ തന്നെ വലിയ പ്രയാസമാണ്. പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ കാര്യങ്ങൾ മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ നയന ഇങ്ങനെ നോക്കി ചിരിക്കുക. അന്നേരം എടാ നിന്നെ ഞാൻ കുറച്ച് ബ്രാഞ്ച് ഏൽപ്പിച്ചപ്പോഴും നിനക്ക് ഇതുപോലെ തന്നെ ഞെട്ടലായിരുന്നല്ലോ, അത് കഴിഞ്ഞപ്പോഴേ നോർത്ത് സോണിലുള്ള എല്ലാ ബ്രാഞ്ചുകളും ഇപ്പം നിൻ്റെ കീഴിലല്ലേ, അതുകൊണ്ട് നിനക്കിത് പറ്റും എന്ന് പറയുക നമ്മുടെ ആദർശ അനിയോട്. നീ എന്നെക്കാളും കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ ഏട്ടനെ വെട്ടുന്ന അനിയനായിട്ട് നീ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ജയനും പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ ഏട്ടനെ വെട്ടുമൊന്നും വേണ്ട വല്യച്ചാ, ഏട്ടൻ്റെ നിഴലായിട്ട് തന്നെ നിന്നാൽ മതി എനിക്കെന്ന് അനിയൻ നേരത്തേനും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുക. അന്നേരം ഈ സന്തോഷത്തിനും എന്നോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കും വലിയൊരു ദുരന്തം നിനക്ക് കാത്തിരിപ്പുണ്ടോ ആദർശം, അത് കിട്ടേണ്ട സമയത്ത് തന്നെ നിനക്ക് കിട്ടിയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ അഭി ഇങ്ങനെ മനസ്സിൽ പറയുക. അപ്പം മുത്തശ്ശേനി ഇതിനകത്തൊരു തർക്കം വേണ്ട, ഞാനില്ലാത്ത സമയത്ത് കമ്പനി അനി നോക്കിക്കോളൂ എന്ന് ആദർശ തീരുമാനം പറയുകയും ചെയ്തു. അപ്പോൾ
ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ നോക്കാമെന്ന് പറയും. അപ്പോൾ അവിടെ ഇതുവരെ ഇല്ലാത്ത രീതിയിലൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ജ്വല്ലറിയിലെ സ്റ്റാഫുകളൊന്നും ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നും പിന്നെ വേറെ 1-2 ജ്വല്ലറികളൊക്കെ ഇപ്പോൾ പൊന്തി വന്നിട്ടുണ്ടെന്നും അവർ വലിയ കോമ്പറ്റീഷനൊക്കെയാണ് നമുക്ക് തരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ നേരെ അവിടെ പറയുകയും ചെയ്തു. അപ്പോൾ കേരളത്തിൽ ഇത് ഇല്ലാതെ നമ്മൾ പോകുമ്പോൾ അവിടെ എതിരാളികൾ ഒരുപാടായി കഴിഞ്ഞു. അതുകൊണ്ട് കമ്പനിയിൽ തുടരാൻ യോഗ്യതയില്ലാത്തവരെ എടുത്തു മാറ്റിയിട്ട് കഴിവും പ്രാപ്തിയുള്ളവരെ പകരം കൊണ്ടുവരണമെന്ന് ആദർശിനോട് പറഞ്ഞു കൊടുക്കുക. പുതിയ ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷനും ഇനി അധിക ദിവസവും കാര്യങ്ങളൊന്നുമില്ല. മറ്റു ബ്രാഞ്ചുകളെ പോലെ അതും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി അലഞ്ഞ് നോക്കിക്കോളാം എന്ന് ആദർശ് വീണ്ടും മുത്തശ്ശന് ഉറപ്പും കൊടുത്തു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ അബിയും ജലജയും കൂടെ അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി. അവരങ്ങ് കയറിപ്പോയപ്പം അവനൊന്നും കൊടുക്കാത്തത് അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ദേവയാനി പറഞ്ഞു. അപ്പോൾ അതിനേക്കാളും ഇഷ്ടപ്പെടാത്തത് അവൻ്റെ അമ്മയ്ക്കാണെന്ന് ജയനും പറഞ്ഞു. ആ സമയത്ത് മോനെ, ആദർശ് പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ. നിന്റെ കീഴിലാണ് അവനിപ്പോൾ ഉള്ളത്. അബിയുടെ കാര്യത്തിൽ നിനക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാം. അതെന്തായാലും ഞങ്ങൾ ആരും എതിർക്കില്ല എന്ന് അനിയോട് മുത്തശ്ശൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെ മുറിയിൽ ചെന്നിട്ട് അനന്തപുരിക്കാരെല്ലാം ഉള്ള സ്വത്തെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അബിയോട് കിടന്ന തൊള്ളുവാണ് ഈ ജലജ. പകുതി ചുമതല അവനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ആദർശ് എന്നൊക്കെ പറഞ്ഞിടന്ന് ഒച്ച വയ്ക്കുന്നു. എന്നാൽ അവൻ്റെ അഭാവത്തിൽ കമ്പനി നോക്കാൻ ഒരു അവസരം വന്നപ്പോൾ അതുപോലും നിനക്ക് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം അതൊന്നും എനിക്ക് തരില്ലല്ലോ അമ്മേ, നമ്മൾക്ക് അതൊക്കെ പ്രതീക്ഷിച്ചല്ലേ ജീവിക്കുന്നേ. എടാ പക്ഷെ ഞാനതൊന്നും പ്രതീക്ഷിച്ചില്ലടാ എന്ന് ജലജ. എന്നാൽ അമ്മയെന്നല്ല, ഈ വീട്ടിൽ ആരും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഇനി നടക്കുമെന്ന് അബി പറഞ്ഞു. അപ്പം നീ ഇങ്ങനെ കുറേ നാളായിട്ട് ഓരോന്ന് പറയുന്നുണ്ടല്ലോ, പറച്ചിൽ മാത്രം ഉള്ളല്ലോ, ഒന്നും നടക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പം അവനൊന്ന് ഗൾഫിലോട്ട് പോയിക്കോട്ടെ അമ്മേ, അവിടെ അവനെ കാത്തിരിക്കുന്നതേ അത്ര നല്ല സംഭവങ്ങളൊന്നും ആയിരിക്കില്ല എന്നും അബി ഇങ്ങനെ ജലജയോട് പറയുമ്പോൾ കേരളത്തിൽ വെച്ച് അവനെ പൂട്ടാൻ പറ്റുന്നില്ല, പിന്നെയല്ല ഇനി ഗൾഫിലിട്ട് പൂട്ടുന്നത്, ഒന്ന് വെറുതെ ഇരിക്കടാ എന്ന് ജലജ പറയുമ്പോൾ അമ്മ ദേ ആദർശിന്റെ മുകളിൽ വരണമെന്ന് അമ്മയെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചവനാണ് ഈ ഞാൻ. എനിക്കത് നടന്നില്ല. ഒന്നും നടക്കാതെ പോയതിൻ്റെ അമർഷം ശരിക്കും ഉണ്ട് എനിക്ക്. അത് കുറച്ചൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അതിന് പരിഹാരം എനിക്ക് കണ്ടേ പറ്റുമെന്ന് പറയുമ്പോൾ നീ ഒന്നും കാണാൻ പോകുന്നില്ലടാ, ഉള്ള ജോലിയെങ്കിലും സംരക്ഷിക്കാൻ നോക്കടാന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോന് പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇതേ അനി എല്ലാം കൂടെ നോക്കുന്ന സമയത്തെ അവനെന്തെങ്കിലും ആപത്ത് പറ്റിയെന്നും വരുത്തി തീർക്കാൻ നോക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ പറയുക. അപ്പോൾ അവൻ്റെ കഴിവ് കേട് ബോധ്യമാവും. പിന്നെ ഇതുപോലുള്ള തീരുമാനങ്ങളൊന്നും ആരും എടുക്കാനും പോകുന്നില്ലടാ എന്നൊക്കെ പറയുമ്പം ഒരു സമയത്ത് നന്ദുവിനെ പ്രേമിച്ച് നടന്നപ്പം അവന് കൊടുത്ത ബ്രാഞ്ച് പോലും അവൻ നേരെ ചുവനെ നോക്കിയിരുന്നില്ലല്ലോ. പക്ഷെ അവിടെയൊക്കെ അവന് സംരക്ഷണ ആദർശിൻ്റെ കരങ്ങളുണ്ടായിരുന്നു, എൻ്റെ അമ്മാവന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. പിന്നീട് ഓണം സെയിലിൽ അവൻ്റെ ബ്രാഞ്ച് 1ാമത് എത്തിച്ചു. അതൊക്കെ എത്തിച്ചതാ ഇല്ലേ. മെയിൻ ബ്രാഞ്ചിൽ വന്ന പല ഓർഡറുകളും അങ്ങോട്ട് വഴിമാറ്റി വിട്ടത് ആദർശ് എന്ന കാര്യമൊക്കെ പറഞ്ഞു അബി ചുമ്മാ നട്ടാക്കുരുക്കാത്ത കള്ളവും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെയാണ് എനിക്ക് വേണ്ടിയിട്ട് ആദർശ് ചരട് വലിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പക്ഷെ ഓരോ പ്രാവശ്യവും ഞാൻ തരം താഴ്ത്തപ്പെടുമ്പോഴും നമ്മളെക്കാളും കൂടുതൽ മുറിവേൽക്കുന്ന ഒരാളുണ്ട്, നവ്യ. അതമ്മ എന്താ ഓർക്കാത്തതെന്ന് ചോദിച്ചു. അവളെ അമ്മ ചൂട് പിടിപ്പിച്ചാൽ മാത്രം മതി ഈ വീടിനകത്ത് പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ. അമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഗതികേട് കൊണ്ടാണ് ഞാനിപ്പോൾ അവളെ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ അവളെ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉള്ളതെന്ന് ജലജ ചോദിക്കാം മോനോട്. ഇപ്പോൾ നമുക്ക് അവളെ കൊണ്ട് പ്രയോജനം മാത്രമേ ഉള്ളൂ അമ്മേ, അമ്മ അത് മനസ്സിലാക്കാൻ പറഞ്ഞു. ഇനി പ്രയോജനം ഇല്ലാതെ വരുന്നൊരു ഘട്ടം വരും. അന്ന് അമ്മ അവളെ ചവിട്ടി പുറത്താക്കിയാൽ മതി എന്ന് നവ്യയെ പറ്റി പറയും. ഇപ്പോൾ അവളെ കൂടെ നിർത്തിയേ പറ്റുള്ളൂ. എന്നാലും നമ്മളെ അപമാനിക്കുന്നതിനൊരു പരിധിയൊക്കെ ഇല്ലേടാ, ഒരുപാട് സഹിച്ചു, എന്നിട്ടും മതിയാകുന്നില്ലല്ലോ. ഓരോന്നിനും മനഃപൂർവ്വം എന്നെയും നിന്നെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും മനസ്സും അടുത്ത് നമ്മൾ ഈ വീട് വിട്ട് പോകണം, അതാണിപ്പോൾ എല്ലാവരുടെയും ഉള്ളിലെന്ന കാര്യമൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പം അവിടെയാണമ്മേ നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടതെന്ന് മകൻ പറഞ്ഞു കൊടുക്കുക. ഒരു കാര്യം അമ്മ ഉറപ്പിച്ചോ, ആദർശിൻ്റെ ഈ ദുബായ് യാത്ര അവന് ഒരുപാട് ദോഷങ്ങൾ ചെയ്യുമെന്ന്. അവന് ദോഷം ഉണ്ടാക്കാൻ നീ ഓരോന്ന് ചെയ്യും, അവസാനം അത് നിന്നെ തന്നെ തിരിഞ്ഞു കൊത്താറില്ലേടാ പതിവ്, അതല്ലേ ഇപ്പം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ ദുബായിലെത്തുമ്പോൾ അവനെ തളയ്ക്കാൻ പോകുന്നത് ഞാനല്ല വേറൊരാളാണെന്നും അബി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതാരാന്ന് ചോദിച്ചാൽ അമ്മ അതാരാണെന്ന് അമ്മ അറിയണ്ടെന്ന് പറഞ്ഞു അബി ജലജോട്. അതുപോലെ തന്നെ കേരളത്തിലും മൂർത്തി ജ്വല്ലറിക്ക് വലിയൊരു എതിരാളി വരാൻ പോവുകയാണ്. AN ജ്വല്ലറി എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. എല്ലാ ടൗണിലും അവരുണ്ടാകും എന്ന് വെച്ചാൽ മൂർത്തി ജ്വല്ലറിയുടെ ഉയർച്ചയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന പലതും ഇനി നടക്കാൻ പോവുകയാണ്. ആ സമയത്താണ് അനിയ യുവരാജാവായിട്ട് അവൻ്റെ ചേട്ടൻ വാഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഈ അബി ഇങ്ങനെ പറയാം. അമ്മ സമാധാനമായിട്ടിരിക്കുക, നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതം അത് നമുക്ക് കിട്ടിയിരിക്കും അമ്മേ, അതിലേക്ക് തന്നെ ഞാൻ കാര്യങ്ങൾ എത്തിച്ചിരിക്കും അമ്മയെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് ഈ അബി അവിടെ നിന്ന് അങ്ങ് പോയി. ജലജാണ് ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ അനിയാണെങ്കിൽ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും മാനേജർ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അബി വന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ വന്നു സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പേപ്പറൊക്കെ നോക്കുക. അപ്പോൾ അവനോട് നിങ്ങൾ വരാൻ പറയാൻ പറഞ്ഞു. അബി അങ്ങോട്ടേക്ക് വന്നു. അനി അന്നേരം അവിടെ ഇരിക്കാം. അപ്പോൾ ഈ അബി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അബി അന്നേരം ഒരു പുച്ഛഭാവത്തോടു കൂടി ഇങ്ങനെ വന്ന് അനിയുടെ മുന്നിൽ നിൽക്കുക. അല്ല, ഇനി അനുവാദം ഇല്ലാതെ അകത്തേക്ക് വന്ന് സാറെന്നെ പുറത്താക്കിയാലോ എന്ന് അബി ചോദിക്കുക. അപ്പം നീ അനുവാദം ചോദിച്ചിട്ട് വന്നാലും ഇനി രക്ഷയൊന്നും ഇല്ല എന്ന് പറഞ്ഞു അനി. ഇതാന്നും പറഞ്ഞ് പേപ്പർ അങ്ങ് കൊടുത്തു. എന്താന്ന് ചോദിച്ചു ഇത്. അപ്പോൾ ഇവനിത് തുറന്നു നോക്കി. അപ്പോൾ പിന്നെ ഡിസ്മിസ് ചെയ്ത ലെറ്റർ ഇത് കണ്ടപ്പോൾ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്താ ഇത് എന്ന് ചോദിച്ചു അനിയോട്. അപ്പോൾ എൻ്റെ ഏട്ടനെ സമൂഹത്തിന് മുന്നിൽ നീ ഒറ്റപ്പെടുത്തിയെന്നും അനാമികയെന്ന് ഒരുത്തിക്കൊപ്പം ചേർന്ന് ഏട്ടനെ മോശമായൊരു പാസ്റ്റ് ഉണ്ടെന്ന് നീ പറഞ്ഞു പരുത്തിയെന്ന് അനി പറയാം. ചാനലുകൾ പോലും അത് ആഘോഷമാക്കിയില്ലേന്നും അനി ചോദിച്ചു. അതുകൊണ്ടും തീർന്നിട്ടൊന്നുമില്ലല്ലോ. അനാമികയെ കരുവാക്കി നീ ഞങ്ങളെ എല്ലാവരെയും കോടതി കയറ്റിയില്ലേന്ന് ചോദിച്ചു. അതിൽ മുത്തശ്ശനും മുത്തശ്ശിയും വരെ ഉൾപ്പെട്ടില്ലേടാന്ന് ചോദിച്ചു. അപ്പോൾ അതിലെനിക്കൊരു പങ്കുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അങ്ങ് തുള്ളുമ്പം നീ കിടന്ന് തുള്ളല്ലേടാ, ബാക്കിയോടെ ഞാൻ പറയട്ടേടാ. കള്ളക്കടത്ത് സ്വർണം കേരളത്തിലെ നമ്പർ 1 ജ്വല്ലറിയുടെ പേരിൽ നീ വിറ്റു എന്നുള്ളത് മാത്രമല്ല, പ്രഗ്നൻ്റായ നയനേടത്തിയെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കൊല്ലിക്കാനും നീ ശ്രമിച്ചു എന്ന് അനി പറയാം. അങ്ങനെ ഒരുത്തനെ ഈ കമ്പനിയിൽ വെച്ച് വാഴിക്കണമെന്ന് എനിക്ക് ആരോടും ചോദിക്കാനില്ല എന്ന് നമ്മുടെ അനി ഇവനോട് പറയാം. മുത്തശ്ശനോടും ആദർശേട്ടനോടും എൻ്റെ അച്ഛനോടും വല്യച്ഛനോടും ഒന്നും എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. എനിക്ക് പൂർണ്ണമായ അധികാരം കിട്ടിയപ്പോൾ ഇത് ഞാനെടുത്ത തീരുമാനമാണ്. ഈ കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണതെന്നും ഈ അനി അബിയോട് പറഞ്ഞു കേട്ടോ. ഇനി ഒരു നിമിഷം പോലും നീ ഈ കമ്പനിയിൽ തുടരാൻ അർഹനല്ല എന്ന് പറയുമ്പോൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കും അബി. അപ്പോൾ ഇന്നത്തോടെ തീർന്നടാ നിന്റെ സേവനമെന്ന് അനി ഇവനോട് പറയുകയും ചെയ്തു. ഇനി ഈ കമ്പനിയുടെ പടി കടന്ന് നീ കയറി വരരുതെന്ന് പറഞ്ഞു. അന്നേരം കൊള്ളാലോടാ, നീ ആദർശിനേക്കാളും മേലെ നീ പോയോടാ എന്ന് അബി ചോദിക്കുമ്പോൾ എനിക്ക് ആരുടെ മുകളിലോട്ട് പോകേണ്ട കാര്യമില്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് അനി ഇവനോട് പറഞ്ഞു. പണവും പത്രാസും ഒന്നും മോഹിച്ച് നടക്കുന്ന ഒരാളല്ല ഞാൻ, അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നും അനി ഇവനോട് പറയൂ കേട്ടോ. പിന്നെ നിന്നെ ഈ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിടുന്നതിൽ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചാൽ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോവത്തേ ഉള്ളൂ എന്നും അനി പറഞ്ഞു. മൂർത്തീസ് ജ്വല്ലറിയിൽ ഇനി നിനക്ക് തുടരാൻ അവകാശമില്ല എന്നും പറഞ്ഞ് അനി ഇവനെ ചവിട്ടി പുറത്താക്കുക. ചെന്ന് നിന്റെ അമ്മയും ഭാര്യയൊക്കെ കുത്തി ഇളക്കുക, എന്നിട്ട് കുടുംബത്തിനകത്ത് നീ ലഹള ഉണ്ടാക്കാൻ പറഞ്ഞു. എനിക്കിനി ഇപ്പോൾ ആരെന്തുണ്ടാക്കിയാലും എൻ്റെ ഈ തീരുമാനം അത് തീരുമാനം തന്നെയാണെന്നും നിന്നെപ്പോലെ ഒരുത്തനെ ഇനി ഈ കമ്പനിക്ക് വേണ്ട എന്നും അടിവരയിട്ട് നമ്മുടെ അനി ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന് ഇങ്ങനൊരു ലെറ്ററിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് അനിയോട് പറയണം. എന്നിട്ട് ഇവൻ ഈ ലെറ്റർ വലിച്ചു കീറി അനിയുടെ മുഖത്തേക്ക് എന്നെ എറിയുവാണ്. എന്നിട്ട് എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരുത്തൻ്റെ കീഴിൽ ഞാൻ ശ്വാസം മുട്ടിയാടാ ഇത്രയും കാലം ഇവിടെ നിന്നത്. ഇനി എനിക്ക് ഈ കമ്പനിയിലെ ജോലി വേണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് അബി വലിയ ഷോ കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോ. പക്ഷെ നിന്നൊന്നും ഞാൻ വെറുതെ വിടില്ലടാ, നീയൊക്കെ അനുഭവിക്കും, നീ അത് മറക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അബി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. നോക്കി നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുന്നിടത്ത് നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.